പ്രതിഷ്ഠാ ദിനായിട്ട് ശശിയുടെ അമ്പലത്തിലേക്ക് വന്നതാട്ടോ. ധന്വന്തരി ക്ഷേത്രമാണ് അവിടെ. നാമജപം വായനയാണ്. അതെ, രാവിലെ തൊട്ട് തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ പരിപാടികളായിരുന്നു, 2 ദിവസത്തെ പരിപാടിയായിരുന്നു കേട്ടോ. വലിയ വണ്ടികളൊക്കെ നിർത്തിയിട്ട് നല്ല തിരക്കുണ്ട്. രാവിലത്തെ ഭക്ഷണമുണ്ട്, ഉച്ചക്കത്തെ ഭക്ഷണമുണ്ട്, രാത്രിത്തെ ഭക്ഷണമുണ്ട്. അപ്പൊ എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാം കണ്ടു മടങ്ങാലോ. അതെ, ഭക്ഷണവും കഴിക്കാം, തൊഴാം, എല്ലാം ചെയ്യാം. അപ്പൊ നമുക്ക് പോയാലോ? നമുക്ക് പോയി തൊഴട്ടെ. ഷീട്ടാക്കാണ്ട് ഞാൻ വരും. आदम्रे चरणे विनम्रमदतं हस्तेन हस्ते स्पृशन् प्रियतमं स्वसृष्टे नैमित्तिकप्रलयमापुरदोऽस्य रात्रिम् अस्पृष्टिं कर्मादरिदिनं समवत्प्रसादात् रात्वम् एकं पदार्थमधिवृत्तिः वर्ततेऽसौ तत्रान्त्यरात्रिवेलां कथयामि भूमन्. അപ്പൊ നമ്മള് തൊഴലൊക്കെ കഴിഞ്ഞു, ചായ കുടിച്ചു. ഇനി പ്രീതയുടെ അവിടെ ഓണഗീരത്തിലെ മകള് താമസിക്കുന്നത് അടുത്താണ്. അപ്പൊ അവിടെയും കൂടി ഒന്ന് കണ്ടുവരാം. അന്ന് ടൗണിൽ പോണം. അന്ന് ഞാൻ ചിറ്റടുത്ത് ലീലെടുത്തി എന്ന് പറഞ്ഞപ്പോ മനസ്സിലായില്ല. അമ്മിണിയോപ്പോളാണോ? അവരൊക്കെ വിളിക്കാം അമ്മിണിയോപ്പോൾ. അമ്മിണിക്കുട്ടി ഇവിടെ ഉള്ളവര് മാത്രമേ ലീലെടുത്തി പേര് പറയുള്ളൂ. അങ്ങോട്ടൊക്കെ അവരെ ഇല്ലത്തൊക്കെ അമ്മിണിയോപ്പോളാണ്. അമ്മിണി വിളിക്കോളെ പറയും. പക്ഷെ ഇതില്ല കായല്ലേ അവിടെയൊക്കെ നല്ല കുറച്ച് കുഴക്ക പിന്നെയും പൊട്ടിക്കും. കോഴക്കാന്നാ പറയാ. കോവയ്ക്ക പിന്നെ അതുപോലെ അമ്പഴങ്ങ. മുത്തശ്ശി അമ്പാഴങ്ങ എന്നിട്ട് കമന്റ് കണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് അമ്പാഴങ്ങ നല്ല അമ്പഴങ്ങ എന്നാണ് പറഞ്ഞത്. അതൊക്കെ ഇവിടെ നാടൻ ഭാഷയിൽ അങ്ങോട്ട് പറയണാണ്. എന്താ ചണ്ടിയേ? ഞാൻ എത്ര ഇഡലി കഴിച്ചു? ഒന്ന് കഴിച്ചു. ഒന്നേ കഴിച്ചുള്ളൂ. കുറച്ചുകൂടെ പോവാ. എന്താ അറിയോ, ചന്ദന തൊട്ടില്ലേ അമ്മയ? അതെ അതെ, നേന്ത്രക്കോട. ചൂട് കിട്ടോ ഭയങ്കര. മഴയാന്ന് പേരേ ഉള്ളൂ, ചൂട് ഭയങ്കര. ചാമ്പയ്ക്ക. മാളു ഇതാ ഡാൻസ് കളിച്ച് കളിച്ച് പോകുന്നു. കൊതു അടിച്ചിട്ടാണോ മാളു? എന്താല്ലേ കാട് അല്ലേ? പക്ഷെ നല്ല രസാട്ടോ, തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടേ. അതെ. അപ്പോഴേ നമ്മളിതാ ജാംജൂമിൽ എത്തിയിട്ടോ. പെരിന്തൽമണ്ണ നമ്മൾ കൂടുതലും അച്ഛൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് പൊതുവെ എല്ലാവരും, പെരിന്തൽമണ്ണക്കാർക്ക് അറിയുണ്ടാവും, പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഡിസ്കൗണ്ടിൽ ഒരു ശനി ഞായർ അങ്ങനത്തെ ദിവസങ്ങളിൽ പച്ചക്കറികൾക്കും അല്ലാതെ ബുധൻ അങ്ങനെ എന്തോ ദിവസങ്ങളിലാണ് ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ നല്ല ഓഫർ ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നെസ്റ്റോ അല്ലെങ്കിൽ ബിസ്മി അങ്ങനത്തെ ബാക്കിയുള്ളതൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പൊതുവേ നന്നായിട്ട് വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെ കിട്ടുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ സ്കൂൾ ബാക്ക് ടു സ്കൂൾ എന്നുള്ളൊരു തീമിൽ ഇവർ നല്ല രസമായിട്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക, സ്കൂൾ വാനൊക്കെ വെച്ചിട്ടേ ഞാൻ അത് പറയാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഈ ഒരു സാധനം കണ്ടപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള എന്തോ ഒരു ജെല്ലാണെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനത്തെ കളിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, ഞാൻ കണ്ടിട്ടും ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെ ആർക്കും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റി അറിയില്ല. ഇതൊക്കെ കണ്ടോ നിങ്ങൾ? ഇങ്ങനത്തെ പൗച്ചൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ മക്കൾക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. വിത്ത് കാൽക്കുലേറ്ററാണ് അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. പക്ഷേ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഓരോ സാധനങ്ങളും ഓരോരോ
വെറൈറ്റി മോഡലുകളിലൊക്കെ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞാവയ്ക്കും മാളൂനും കുട വാങ്ങാൻ ബാലൻസ് അതാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തവളമക്രിയുടെ കുട വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം അതൊക്കെ കാണുമ്പോൾ കുട പിടിക്കാനെങ്കിലും തോന്നുമല്ലോ. മറ്റത് ചെറിയ കുട്ടികൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വരും ഈ ഒരു പ്ലെയിൻ ബ്ലാക്ക് കുടയാണെന്നുണ്ടെങ്കിൽ. കാരണം കുഞ്ഞാവയ്ക്ക് എത്രയല്ലേ അറിയാനായിട്ടുള്ളൂ. മാളുവിന് പിന്നെയും അറിയാനായിട്ടുള്ളത് കൊണ്ട് മാളു അങ്ങനത്തെ കുടയൊക്കെ നന്നായിട്ട് സൂക്ഷിക്കും കേട്ടോ. കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് അല്ലറ ചില്ലറ ഇപ്പോൾ മുത്തശ്ശിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്, പിന്നെ ബിസ്ക്കറ്റ് വാങ്ങിക്കാണ്ട്, അതിനൊക്കെ ഇങ്ങനെ പോവുകയാണ്. മാളുവിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നിന്ന് വീഡിയോ എടുക്കും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇങ്ങനെ ബാക്കിൽ പിടിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ബാക്കിയൊന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. പിന്നെ കുറേ പൗച്ചുകളൊക്കെ ഇങ്ങനെ ഡിസ്കൗണ്ടിൽ സെയിലൊക്കെ ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ നമ്മളിതൊക്കെ വാങ്ങിയതായതുകൊണ്ട് തന്നെ നമ്മളിത് എടുത്തതൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഈ ഒരു ബാഗ് എങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ. മറ്റേ ഒരു പ്രത്യേക തരം ഒരു കോട്ടൺ വെച്ചിട്ടുള്ള ഒരു ത്രെഡാണ് കേട്ടോ ഇത്. ഉണ്ടാക്കിയെടുത്ത ബാഗാണ്, ഫുള്ള് അങ്ങനത്തെ ഒരു വൂളൻ ത്രെഡ് പോലത്തെ ഒരു ത്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. എനിക്കൊരു കുട്ടി അയച്ചെന്നതാ കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. കമ്മലുകൾ കുട്ടി കമ്മലുകൾ ഉണ്ടപ്പോൾ ഞാൻ മാളൂന് വാങ്ങിയാലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ അപ്പോൾ മാളു പറഞ്ഞു വേണ്ട മോച്ചിട്ട്, എൻ്റെ അടുത്ത് കുറേ ഇല്ലേ, അതുകൊണ്ട് എനിക്കിപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബുക്ക് പൊതിയാനുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. എല്ലാം നമ്മൾ തലേ ദിവസം പിടിച്ചിട്ടാണ് എപ്പോഴും വാങ്ങിക്കാറുള്ളത് ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ. പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് നോട്ട്ബുക്കും ബാഗൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ വാങ്ങിക്കുമായിരുന്നു. ഇപ്പം ഞാൻ ബാഗൊക്കെ ഓൺലൈനിൽ നിന്നല്ലേ വാങ്ങിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ബുക്ക് പൊതിയണമെന്ന് ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെയാണ് ഞാൻ യോഗേട്ട് വാങ്ങിക്കാമെന്ന് ഓർത്തത്. അപ്പോഴാണ് ആലോചിച്ചത് യോഗേട്ടിന് ഓഫർ ഡേ സെയിൽ കൊടുക്കുന്നത് ഇന്നത്തെ ദിവസമല്ല എന്നുള്ളത് മനസ്സിലായതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ അവിടെ തന്നെ വെച്ചു കേട്ടോ. കാരണം അത് MRP റേറ്റിന് കൊടുക്കണം. അല്ലാണ്ട് ഓഫറുള്ള ദിവസം നമുക്ക് നല്ല നല്ല ഫ്ലേവേഴ്സ് ആയിട്ടുള്ള യോഗേട്ടും അല്ലെങ്കിൽ പ്ലെയിൻ ഗ്രീക്ക് യോഗട്ടൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക, അതെന്താ ഇതെടുക്കാത്ത എന്നൊക്കെ. കുഞ്ഞാവ് അങ്ങനെ ചോക്ലേറ്റൊക്കെ പെറുക്കി ഇങ്ങനെ ഈ ഒരു ട്രോളിയിൽ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്താ അപ്പം ഇതെടുക്കാത്തതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് പർപ്പിളിൻ്റെ ഷോപ്പിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അലോവേറ ജെല്ലും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലോ ടോണർ, സൺസ്ക്രീൻ ഇതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. മാളൂനൊരു മോയ്സ്ചറൈസറും ലിപ് ബാമും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പർപ്പിളിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ എല്ലാവർക്കും പർപ്പിൾ പ്രൊമോഷനായിട്ട് ചെയ്യണത് ഞാൻ നോർമലി പൈസ കൊടുത്തിട്ട് ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് ഇവർ ഈ പറയുന്ന ഹൈപ്പൊക്കെ ഉണ്ടോ, അതൊക്കെ സത്യസന്ധമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കെയർ ചെയ്തായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പർപ്പിളിൻ്റെ കുറേ സാധനങ്ങളൊക്കെ മാസം വാങ്ങിക്കാറുണ്ട്. നല്ല ഓഫർ ഉണ്ടാവാറുണ്ട്. നമ്മളിപ്പോൾ നോർമലി ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാട്ടിലും നല്ല ഓഫർ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് കറുത്ത പാടുകളൊക്കെ മുഖത്തുള്ളത് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റോസ് വാട്ടർ, ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്താൽ നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവരുടെ അലോവേറ ജെല്ല് ഭയങ്കര നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഞാനത് കുറേ പ്രാവശ്യം യൂസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ഇങ്ങനെ റീസ്റ്റോക്ക് ചെയ്യുന്ന ഐറ്റം കൂടിയാണ് ഇവരുടെ അലോവേറ ജെല്ല്. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും നമ്മൾ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ വളരെ നല്ലതാട്ടോ. ഞാൻ എന്തോ ഒരു സാധനം ആലോചിച്ച് വന്നതാണ്, പക്ഷെ അത് കണ്ടില്ല. പിന്നെ ഏതോ ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാൾ ഇപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മുത്തശ്ശിയും കുഞ്ഞാവയും അമ്മയൊക്കെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടുന്ന് പെർഫ്യൂം ഒന്നും വാങ്ങിക്കാറില്ല. അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രാവശ്യം നിങ്ങളുടെ ആ ഒരു കൂപ്പൺ തികയ്ക്കാൻ വേണ്ടി പെർഫ്യൂം വേണോ ചോദിച്ചു. പക്ഷേ പെർഫ്യൂം എനിക്കങ്ങനെ ഞാൻ പർപ്പിളിൽ നിന്ന് വാങ്ങിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള എന്താ പറയുക പർപ്പിളിൻ്റെ ഷോപ്പിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉപയോഗിക്കാത്ത ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ തീർന്ന ലിപ്സ്റ്റിക്കൊക്കെ ഇല്ലേ, അത് പർപ്പിളിൻ്റെ ഷോപ്പിൽ ജൂൺ 1 തൊട്ട് 14 ഉള്ളിൽ വരെ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ ലിപ്സ്റ്റിക്ക് 30% ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റുന്നു. കുഞ്ഞാവയ്ക്ക് മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞാവ് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് മുച്ചിട്ടേ സൂപ്പറായിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ബൈ.